ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 10 പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞു ടോപ്പിക്കാണ്. അപ്പോൾ എന്താ പറയുക, ടഫായിട്ട് തോന്നുമെങ്കിലും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് എളുപ്പമായിട്ട് നമുക്ക് പഠിച്ച് സ്കോർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം. ഓക്കെ, ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് DNA ആണ്. ഈ DNA എവിടെയാണ് ഉള്ളതെന്ന് അറിയാമോ? DNA ഉള്ളത് ന്യൂക്ലിയസിലാണ്. ഈ ന്യൂക്ലിയസ് എവിടെയുള്ളത്? സെല്ലിലാണ്. അപ്പം നമുക്കത് വരയ്ക്കാം. ഓക്കെ, ഒരു സെല്ല് വരച്ചോ. ആദ്യം ഒരു സെല്ല്, ആ സെല്ലിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനകത്ത് എന്തുണ്ട്? DNA ഉണ്ട്. നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള DNA ഉണ്ട്. ഓക്കെ, ഈ DNAനകത്താണ് എന്താ നമുക്ക് ഇൻഫോർമേഷൻ ഉള്ളത്. അതായത് എങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻ ഉള്ളത് ആരുടെ അകത്താണ്? ഈ DNA-നകത്താണ്. ഓക്കെ, അപ്പോൾ ഈ DNA-നുള്ളിൽ നിന്ന് ഈ സാധനം കോപ്പി ചെയ്ത് വേറൊരാൾക്ക് കൊടുക്കണം. എന്നാലേ ആ ആള് ഈ സാധനം സിന്തസിസ് ചെയ്യുള്ളൂ, അതായത് ഉൽപ്പാദിപ്പിക്കുള്ളൂ. അങ്ങനെ സിന്തസിസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണ് റൈബോസോം. അപ്പൊ നമുക്ക് റൈബോസോമിന് വരയ്ക്കാം. ഓക്കെ, റൈബോസോം. ഓക്കെ, അപ്പോൾ റൈബോസോം നമ്മൾ വരച്ചു. അപ്പോൾ ഈ DNA-നകത്തുനിന്ന് റൈബോസോമിനകത്തേക്ക് എത്തിക്കണം. അതിനുവേണ്ടി കോപ്പി ചെയ്യാൻ ഒരാളുണ്ട്. ആ ആളുടെ പേരാണ് mRNA അഥവാ മെസഞ്ചർ RNA. ഓക്കെ, നമുക്കത് മെസഞ്ചർ RNA ഇവിടെ എഴുതാം. mRNA ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ആർക്ക് കൊടുക്കും? നമ്മുടെ റൈബോസോമിന് കൊടുക്കും. ഓക്കെ, ഈ റൈബോസോമിനകത്ത് ഈ സാധനം സിന്തസൈസ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം കൂടി വേണം. നമുക്ക് ഒരാളെ ആവശ്യമുണ്ട്. നമ്മൾ ഒറ്റയ്ക്ക് എന്തായാലും ഒരാൾ ചെയ്യത്തില്ലല്ലോ. അപ്പൊ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് ഒരാളുണ്ട്, rRNA അഥവാ റൈബോസോമൽ RNA. ഈ റൈബോസോമൽ RNA ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഇവരാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഇവർ രണ്ടുപേരും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണം. അതായത് ഈ ഒരു പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻഗ്രീഡിയൻസ് വേണം. ആ ഇൻഗ്രീഡിയൻസിന്റെ പേരാണ് അമിനോ ആസിഡ്സ്. ഈ അമിനോ ആസിഡ്സ് സൈറ്റോപ്ലാസം അഥവാ ഈ സൈറ്റോപ്ലാസത്തിൽ കിടക്കുന്ന ഇങ്ങനെ ചെതറിയായിരിക്കും അമിനോ ആസിഡ്സ് കിടക്കുന്നുണ്ടാവുക. അത് ഇവിടെ ഇങ്ങനെ ലൈക്ക് ഇങ്ങനെ ചെതറിയായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പൊ ഈ അമിനോ ആസിഡ്സിനെയൊക്കെ എല്ലാവരും കൂട്ടിയിട്ട് ഒരാൾ കൊണ്ട് RNAക്ക് എത്തിച്ചു കൊടുക്കണം. rRNAക്ക് എത്തിച്ചു കൊടുക്കണം. ആ ആളുടെ പേരാണ് tRNA അഥവാ ട്രാൻസ്ഫർ RNA. ഇവരിത് ആർക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും? rRNAക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും. ഓക്കെ, rRNAക്ക് കൊണ്ട് എത്തിച്ചു കൊടുക്കും. സ്കെച്ചൊക്കെ അത്യാവശ്യം കുളമാണ്, പക്ഷെ ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ ഇവരിത് കൊണ്ട് എത്തിച്ചു കൊടുത്തിട്ട് ഈ rRNA ഈ അമിനോ ആസിഡ്സിനെയൊക്കെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ആണ് പ്രോട്ടീൻ സിന്തസിസ് ഉണ്ടാക്കുന്നത്. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഇനി ഇതിനെ നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത് രണ്ട് രീതിക്കാണ്. രണ്ട് ഡിവിഷനായിട്ട് അവർ പറയുന്നുണ്ട്. ഒന്നാമത്തേന്റെ പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ, രണ്ടാമത്തേന്റെ പേരാണ് ട്രാൻസ്ലേഷൻ. ഈ DNA-നെ mRNA കോപ്പി ചെയ്ത് കൊണ്ടുവെക്കുന്ന സംഭവത്തിന്റെ പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, ഇനി ഈ mRNA rRNAക്ക് കൊണ്ട് കൊടുക്കും, tRNA rNAക്ക് കൊണ്ട് കൊടുക്കും. എന്നിട്ട് rRNA പ്രോട്ടീൻ സിന്തസിസ് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. എന്താണ് പറയുന്നത്? ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ട് പ്രോട്ടീൻ സിന്തസിസിലുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ തോന്നുന്നില്ലേ? ഇത്രേ ഉള്ളൂ പഠിക്കാൻ. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ? ഇനി നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഡയഗ്രാം കൂടി ഉണ്ട്. ആ ഡയഗ്രാമിനകത്ത് നമുക്ക് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നുണ്ട്, mRNA എന്ന് പറയുന്നത് ന്യൂക്ലിയസ് DNA. അങ്ങനെ ആ ഡയഗ്രാമിൽ അവിടെ ഇവിടെയായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മാർക്ക് ചെയ്തതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാം, ഡയഗ്രാം ബേസ്ഡുള്ള ചോദ്യങ്ങൾ വരാം. അപ്പം നിങ്ങൾ എന്തായാലും ഡയഗ്രാം പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. ഈസി ആയിട്ട്. അപ്പം സ്കോർ ആക്കില്ലേ? ഓക്കെ അല്ലേ ഗൈസ്? ഓക്കെ, ബൈ.